ടെക്ഫ്ലൈ കോഡിംഗ് ചലഞ്ചിന്റെ 15ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ ചെയ്ത വെബ്സൈറ്റിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചലഞ്ചിന്റെ ലാസ്റ്റ് ഡേ കൂടിയാണ് ഇന്ന്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം. നിങ്ങളിപ്പോൾ മൊബൈൽ റെസ്പോൺസീവ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഒരു ടാസ്ക് നിങ്ങളടുത്ത് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി തരുന്നത്. ഇതുവരെയുള്ള ടാസ്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ലാസ്റ്റ് ടാസ്ക്, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി തരുന്ന ടാസ്ക് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ പ്രൈസ് തീരുമാനിക്കുന്നത്. ബാക്കി ടാസ്കുകളും നിങ്ങൾ എന്ത് ചെയ്യണം. പക്ഷെ അതിന്റെ കൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു ലാസ്റ്റ് ടാസ്കിലായിരിക്കണം. അപ്പൊ എല്ലാവരും ആ ടാസ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, മെയിൻ ടാസ്ക് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ഒരു വി ചലഞ്ചിൽ കയറി കഴിഞ്ഞാൽ ടാസ്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ടാസ്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും, പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, ആ ടാസ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടാസ്ക്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിച്ചോ. ഓക്കെ, അപ്പോൾ ഇനി ടൈം കളയുന്നില്ല, നമ്മുടെ ബാക്കി സെക്ഷനിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു സെക്ഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്ഷൻ ഡോട്ട് റാപ്പറിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ടോപ്പിൽ എന്തുണ്ട്, ഒരു H3 ഉണ്ട്, ഒരു H1 ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഡിവ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു H3 എഴുതി, അതുപോലെ ഒരു H1 എഴുതി. ഓക്കെ, അതിൻ്റെ താഴത്ത് ഞാൻ എന്ത് ചെയ്യാണ്, വേറൊരു ഡിവ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്രിഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഗ്രിഡ് നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ഫസ്റ്റത്തെ ഒരു പ്രോഡക്റ്റ് മാത്രം എഴുതി നോക്കാം. ഫസ്റ്റത്തെ ഡിവ്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ടോപ്പിൽ ഇമേജ് ഉണ്ട്. ഇമേജ് എന്ന് പറയുന്ന ഇമേജസിൻ്റെ ഉള്ളിലുള്ള പ്രോഡക്റ്റ് 1 PNG. ഓക്കെ, അതുപോലെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇമേജ് എന്ന് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര്, ഞാൻ അത് എന്ത് ചെയ്യാണ്, ഒരു H3 ആയിട്ടാണ് പ്രോഡക്റ്റിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ താഴത്ത് വീണ്ടും ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജസിൻ്റെ ഉള്ളിലുള്ള സ്റ്റാർ PNG ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അവിടെ ഇമേജ് എഴുതി. അതിൻ്റെ താഴത്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഉണ്ട്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 2 വട്ടം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു പ്രൈസ് കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ടാണ് വീണ്ടും കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യണേ, ജസ്റ്റ് ഒരു P ആയിട്ടാണ് എഴുതുന്നത്. Pൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സ്പാൻ്റെ ഉള്ളിൽ എഴുതാണ്. $, ഒരു 321. ഞാൻ കറക്റ്റ് എമൗണ്ട് ഒന്നല്ല കൊടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അത് പിന്നെ നോക്കിയിട്ട് കണ്ടന്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, മാറ്റാം. ഓക്കെ, 299. ഓക്കെ, അപ്പോൾ ഈ സ്പാൻ്റെ ഉള്ളിലുള്ളതിനെ ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ട് കട്ട് ചെയ്യും. മറ്റേത് എന്ത് ചെയ്യും, ഒറിജിനൽ കളറിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്രിഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടന്റ് ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, സ്റ്റൈൽ ചെയ്തതിന് ശേഷം ബാക്കി കണ്ടന്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് H3 എന്താണെന്നുള്ളതൊന്ന് പോയി നോക്കാം. നമ്മുടെ H3യിൽ പറയുന്നത് ഫൈൻഡ് യുവർ ഫേവറേറ്റ് സ്മാർട്ട് വാച്ച്. ഓക്കെ, നമ്മുടെ H1 അവർ ലേറ്റസ്റ്റ് പ്രോഡക്ട്സ്. ഓക്കെ, ഞാൻ ഈ ഡിവിന് എന്ത് ചെയ്യാണ്, നമ്മളെ സ്റ്റൈൽ ചെയ്ത് തുടങ്ങുന്നത് ക്ലാസ് PY10. അതേപോലെ ഈ H3ക്ക് ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ ടെക്സ്റ്റ് 16 പിക്സൽ ഫോണ്ട് നോർമൽ. അതേപോലെ ടെക്സ്റ്റ് നമ്മുടെ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നില്ല, ആ ഒരു ബ്ലൂ കളറാണ് വരുന്നത്. നമ്മൾ റീഡ്മിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ബ്ലൂ കളർ അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ എന്ത് ചെയ്യണം, അതിനൊരു മാർജിൻ ബോട്ടം 2 കൊടുത്തു. ഇനി നമ്മുടെ H1ന് ക്ലാസ് ടെക്സ്റ്റ് 48 പിക്സൽ മാർജിൻ ബോട്ടം 10
ടെക്സ്റ്റ് ബ്ലാക്ക് കളറാണ്, അപ്പം ഇനി അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോണ്ട് ബോൾഡ്. ഓക്കെ, പോയി നോക്കാം നമുക്ക്. ഓക്കെ, ടെക്സ്റ്റ് സെൻറ്ററിലോട്ടും കൊണ്ടുവരാനുണ്ട്. ടെക്സ്റ്റ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്റ്റൈൽ എഴുതി തുടങ്ങാം. പ്രോഡക്റ്റിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ക്ലാസ് ഗ്രിഡ് ഫോൾസ് 3 ഗ്യാപ്പ് 7. ഓക്കെ, ക്ലാസ് ഹോൾ സ്പാൻ 1 ക്ലാസ് വിഡ്ത്ത് ഫുൾ. ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേരുണ്ട് H3 ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ മൊത്തത്തിൽ ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുകയാണ്. സ്മാർട്ട് ക്ലാസ് ടെക്സ്റ്റ് 18 പിക്സൽ MY, അതായത് മാർജിൻ ടോപ്പും ബോട്ടും ഒരു 3 കൊടുത്തു. ഇനി അതേപോലെ നമ്മുടെ ഈ ഒരു ഇമേജിന് ക്ലാസ് വിഡ്ത്ത് 17%, ക്ലാസ് PT മാർജിൻ ടോപ്പ് 3. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇമേജ് സെൻറ്ററിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവ് ഇടാം. ആ ഡിവിൻ്റെ ഉള്ളിൽ ഈ ഇമേജിനെ ഇടാം. ക്ലാസ് ഫ്ലെക്സ് ജസ്റ്റിഫൈ സെൻറ്റർ. ഓക്കെ, ഇനി ആ ഇമേജിൻ്റെ സൈസ് ഒന്നുകൂടെ ചെറുതാക്കാം. നമുക്കൊരു 50% ഒക്കെ കൊടുക്കാം. ഓക്കെ, അത് ചെറുതായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ഒരു 22 കൊടുക്കാം. ഫോണ്ട് സെമി ബോൾഡും കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഈ താഴത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫോണ്ട് സെമി ബോൾഡ് ടെക്സ്റ്റ് 18 പിക്സൽ. ഓക്കെ, നമ്മുടെ ഈ ഫസ്റ്റത്തെ കളർ മാറ്റാനുണ്ട്, അത് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പാനിന് എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് കളർ മാറ്റി കൊടുക്കണം. നമ്മുടെ ഈ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കളർ ഇട്ടു. അതേപോലെ ലൈൻ ത്രൂ, നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈൻ ത്രൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ലൈൻ ത്രൂ എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കട്ടായിട്ട് ഇവിടെ പ്രൈസ് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഇതിനെന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മാറ്റാം. ടോട്ടല് 6 പ്രോഡക്റ്റ് ആണ്, 4, 5, 6. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം. നമ്മുടെ ഈ ഒരു റാപ്പറിൻ്റെ വിഡ്ത്ത് കുറച്ച് കൊടുത്താൽ മതി. വിഡ്ത്ത് 80%. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പിക്ചറിലുള്ള ആ ഒരു സൈസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, മൊബൈൽ റെസ്പോൺസീവ് ആക്കാനുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൊബൈലിൽ പോയി നോക്കാം. മൊബൈലിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, iPhone 14 Pro Max എടുത്തു. കോളായിട്ടുണ്ട്. ഓൾവേസ് നമ്മുടെ ഈ ഒരു അവർ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് എന്നുള്ളതിൻ്റെ ഫോണ്ട് സൈസും നമുക്ക് എന്ത് ചെയ്യാം, മൊബൈലിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 48 പിക്സലാണുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് ഒരു 40 പിക്സൽ മതി നമുക്ക് എന്ത്, മൊബൈലിൽ. അപ്പോൾ എറർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അടുത്തത് ഇതിനായിട്ട് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. MDയിൽ 48ഉം അതുവരെ എന്ത് 40 പിക്സലും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഒരു ലൈനിൽ ഒരു പ്രോഡക്റ്റ് മതി.
ഒരു ലൈനിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുക? ഇവിടെ ഗ്രിഡ് കോൾസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ SM-ൽ എന്ത് ചെയ്യാം? ഗ്രിഡ് കോൾസ് 2 കൊടുക്കാം. MD-യിൽ ഗ്രിഡ് കോൾസ് 3. നമ്മുടെ ആ ഒരു മൊബൈൽ റെസ്പോൺസീവിൻ്റെ സെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റെസ്പോൺസീവ് ഇട്ടിട്ട് പിന്നെ വലുതാക്കി ചെറുതാക്കുന്ന സമയത്ത് 2 പിന്നെ 3. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിഡ്ത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് കുറക്കേണ്ടത് ഏകദേശം MD മുതൽ അങ്ങോട്ട് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. MD-യിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ വിഡ്ത്ത് 80% നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? അടുത്ത സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഇമേജും പ്രോഡക്റ്റിൻ്റെ ഇമേജും കാര്യങ്ങളും മാറ്റാനുണ്ട്. പ്രോഡക്റ്റ് 2, പ്രോഡക്റ്റ് 3, പ്രോഡക്റ്റ് 4. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ മാറ്റിയിട്ട് വേണം അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ കേട്ടോ. ഡമ്മി കണ്ടന്റ് ഇടരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5, 6, ഓക്കെ 6, പ്രോഡക്റ്റ് 6. 6 പ്രോഡക്റ്റ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. അടുത്ത സെക്ഷൻ ഏതാണ്? ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു വ്യൂ മോർ ബട്ടണും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ബട്ടണും കൂടി ചെയ്യാം. നമ്മുടെ ഈ ഒരു ഗ്രിഡിൻ്റെ ഡിവ് ഉണ്ടല്ലോ, അതിൻ്റെ താഴത്തായിട്ട് പുതിയൊരു ഡിവ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു A കൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ. നമ്മുടെ ബട്ടണ് വ്യൂ മോർ. ഓക്കെ, നമ്മൾ സാധാരണ സ്റ്റൈൽ കൊടുക്കുന്ന പോലെ തന്നെ ടെക്സ്റ്റ് വൈറ്റ് BG നമ്മുടെ ബ്ലൂ കളറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഈ ബ്ലൂ കളറിൽ എടുക്കുകയാണ്. ടെക്സ്റ്റ് 18 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്, PY 3px 5 റൗണ്ടഡ് എക്സൽ. ഓക്കെ, നമുക്കൊരു മാർജിൻ ടോപ്പും കൂടി കൊടുക്കാം. മാർജിൻ ടോപ്പ് 10. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട്. വ്യൂ മോർ എന്നുള്ള ആ ഒരു ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. സെക്ഷൻ ഡോട്ട് റാപ്പറിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു സെയിം ടൈറ്റിലും ഇതും കോപ്പി പേസ്റ്റ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റത്തെ ഡിവ് കോപ്പി ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് 2 ഗ്രിഡ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ആ 2 ഗ്രിഡ് എഴുതാണ്. ഡിവിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഗ്രിഡ്, ഇതിൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡിൽ ഇമേജസിൻ്റെ ഉള്ളിൽ people 1. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ ഡിവ് ചെയ്താണ്. ഡിവിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു H3 ഉണ്ട്, പിന്നെ ഒരു P ഉണ്ട്, പിന്നെ ഒരു ഇമേജ് ഉണ്ട്. എന്ത് ചെയ്തു? H3 എഴുതി, P എഴുതി, അതേപോലെ നമ്മുടെ ലാസ്റ്റ് സ്റ്റാർ ഇമേജസിൻ്റെ ഉള്ളിലുള്ള സ്റ്റാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ബാക്കി കണ്ടന്റുകൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ H3-ക്കുള്ളിൽ വരേണ്ടത് എന്താണ്? ഹംസ ഫൈസി. ഓക്കെ, ഹംസ ഫൈസി. ഇനി അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ട്. അപ്പം ഞാൻ ലോറം കണ്ടിട്ട് കൊടുക്കുകയാണ്. ലോറം 25. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? സ്റ്റൈൽ കൊടുത്ത് തുടങ്ങാം. അതേപോലെ ഇവിടെ ഈ ടോപ്പിൽ വരുന്ന കണ്ടന്റ് വ്യത്യാസമുണ്ട്. ഹിയർ അവർ സം ഓഫ് ദി ബെസ്റ്റ് ക്ലയൻസ്.
സം ഓഫ് ദി ബെസ്റ്റ് ക്ലയൻസ്. ഓക്കെ, ഇനി അതിൻ്റെ താഴത്തായിട്ട് വാട്ട് പീപ്പിൾ സേ അബൌട്ട് അസ്. വാട്ട് say about us. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സ്റ്റൈല് കൊടുത്തു തുടങ്ങാം. ക്ലാസ് py10 റാപ്പറിൽ നമ്മൾ നേരത്തെ കൊടുത്തത് അതുപോലെ തന്നെ MDയിൽ എന്ത് ചെയ്യുക, വിഡ്ത്ത് 80% കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ക്ലാസ് ഗ്രിഡ്, നമ്മൾ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഗ്രിഡ് കോൾസ് 1, MDയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രിഡ് കോൾസ് 2 കൊടുക്കാം. ഇനി അതേപോലെ ഗ്യാപ്പ് 10 കൊടുത്തു. ഇനി നമ്മുടെ ഡിവിന് ക്ലാസ് P5 കൊടുത്തു. MDയിലാണെന്നുണ്ടെങ്കിൽ P7 കൊടുത്തു. ഓക്കെ, ഇനി BG, നമ്മുടെ BG എന്താണ്, ആ ഒരു ലൈറ്റ് BG കളർ ഉണ്ടല്ലോ, F6 ആ ഒരു കളറാണ് കൊടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കളർ കൊടുത്തു. അതേപോലെ റൗണ്ടഡ് LG അല്ല XL. ഓക്കെ, ഇനി നമുക്ക് ഇതിന് എന്തുണ്ട്, ഇതിനും ഫ്ലക്സ് ചെയ്യാനുണ്ട്. ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, നമ്മുടെ ഇമേജിന് എന്ത് ചെയ്യുക, ക്ലാസ് വിഡ്ത്ത് ഒരു 35%, അതേപോലെ ഈ ഒരു ഡിവിന് ക്ലാസ് വിഡ്ത്ത് ഒരു 62%. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവം ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഫോൺ സൈസും കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, ക്ലാസ് ടെക്സ്റ്റ് 18 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്, മാർജിൻ ബോട്ടം 2. നമ്മുടെ ഇതിന് ക്ലാസ് ടെക്സ്റ്റ് 12 പിക്സൽ, ഫോണ്ട് നോർമൽ, ടെക്സ്റ്റ് നമ്മുടെ ആ ഒരു ലൈറ്റ് കളർ, ഈ ഒരു കളർ. ഓക്കെ, അതേപോലെ എന്തുണ്ട്, മാർജിൻ ബോട്ടം 5 ഉണ്ട്. നമ്മുടെ ഇമേജിന് എന്ത് ചെയ്യുക, വിഡ്ത്ത് കൊടുക്കുക. ക്ലാസ് വിഡ്ത്ത് ഓൾമോസ്റ്റ് ഒരു 35% കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് അടുത്ത സെക്ഷനും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിവിനെ കോപ്പി ചെയ്തിട്ട് അപ്പുറത്തായിട്ട് ഇടാം. അതിനകത്ത് ഇമേജ് എന്ന് പറയുന്നത് people2, നമ്മുടെ ആളുടെ പേര് എന്ന് പറയുന്നത് ഹാഫിസ് ഹുസൈഫ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷന് എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. അതിൻ്റെ മൊബൈൽ റെസ്പോൺസിവും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. നമ്മൾ മുകളിൽ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ് ഏകദേശം വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. സെക്ഷൻ ഡോട്ട് റാപ്പറിൻ്റെ ഉള്ളിൽ ഞാനൊരു ഡിവ് എഴുതി. ആ ഡിവിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിവ് ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണുള്ളത്, നമുക്കൊരു ടൈറ്റിലുണ്ട്, പാരഗ്രാഫ് ഉണ്ട്, അതേപോലെ നമ്മുടെ ആ ഒരു ഇതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിൽ നമ്മൾ ഇതേപോലെ ഒരു സെക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു H1, ഒരു P, ഒരു ഫോം സ്റ്റൈല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഇത് അതേപോലെ എഴുതുകയാണ്. അതേപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് എന്താ ഉള്ളത്, ഒരു ഇമേജ് ആണുള്ളത്. അപ്പോൾ അതും ഞാൻ എന്ത് ചെയ്തു,
ഇതേപോലെ എഴുതി. ഓക്കെ, അതിനകത്ത് ഇമേജ് എന്ന് പറയുന്നത് ഫൂട്ടർ ഇമേജ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടന്റ് മാറ്റാൻ പോവാണ്. നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ടു ന്യൂസ് ലെറ്റർ. ഞാൻ എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ടു ഓക്കെ. അതിൻ്റെ ഇടയിൽ പാരഗ്രാഫ്, ചെറിയ പാരഗ്രാഫാണ്. നമുക്ക് ഇത്ര ഒന്നും വേണ്ട, ഇത്രയും ഭാഗം എന്ത് ചെയ്യാം, ഒഴിവാക്കി കളയാം. ഓക്കെ, പിന്നെ നമ്മുടെ ഫോമിൽ ഇവിടെ സെർച്ച് അല്ല, അതിന് പകരം സബ്സ്ക്രൈബ് ആണ്. അതുപോലെ നമ്മുടെ എൻ്റർ ഇമെയിൽ അഡ്രസ്സ് ആണ് നമ്മുടെ പ്ലേസ് ഓർഡർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്ലേസ് ഓർഡർ മാറ്റാണ്. എൻ്റർ ഇമെയിൽ അഡ്രസ്. ഓക്കെ, അതേപോലെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലുള്ള സ്റ്റൈലുകൾ എന്ത് ചെയ്യാം, PY10 റാപ്പർ MDയിൽ വിഡ്ത്ത് 80%. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഒരു പാഡിങ് കൊടുക്കാം, PY10 അതുപോലെ PX5. നമുക്ക് മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്, നമ്മൾ മുകളിലൊക്കെ കൊടുത്ത ആ ഒരു സെയിം ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, BG F6 അതേപോലെ റൗണ്ടഡ് XL. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, മാറ്റാനുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. മൊബൈലിൽ സംഗതി പൊട്ടിയിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റത്തിൽ നോക്കാം. ഓക്കെ, ഏകദേശം ഓക്കെ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കാം. അതേപോലെ ഇമേജ് നമുക്ക് എന്ത് വേണ്ട, അത്ര വേണ്ട, ഒരു 70 ഒക്കെ കൊടുത്താൽ മതി. സബ്സ്ക്രൈബ് ടു ന്യൂസ് ലെറ്റർ, ടെക്സ്റ്റ് ഇത്ര വേണ്ട, 48. ഓക്കെ, ഏകദേശം നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊബൈലിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇത് ഫ്ലക്സ് റാപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാം, ഫ്ലക്സ് റാപ്പ്. അതുപോലെ നമ്മുടെ വിഡ്ത്ത് എന്ത് വേണം, മൊബൈലിലും സിസ്റ്റത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, കറക്റ്റായിട്ട് കൊടുക്കുക. വിഡ്ത്ത് 45%. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്, മൊബൈലിൽ ഒന്നുകൂടെ നോക്കി നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, മൊബൈലിലും കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടെക്സ്റ്റിന് വൈറ്റ് കളറാണ് വരേണ്ടത്, അത് നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റ് വൈറ്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉണ്ട്, ഫൂട്ടർ കോപ്പിറൈറ്റിൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി കൊടുക്കാം. കോപ്പിറൈറ്റിൻ്റെ സിമ്പിൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം. കോപ്പിറൈറ്റ്
2022 മൊഹിത്. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ് BG ബ്ലാക്ക്. ഞാനിതിൽ എന്ത് ചെയ്യാണ്, ഒരു TY7 കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ടെക്സ്റ്റിന് ക്ലാസ് ടെക്സ്റ്റ് വൈറ്റ്, ടെക്സ്റ്റ് സെൻറ്റർ, ഫോണ്ട് നോർമൽ, ടെക്സ്റ്റ് 16 പിക്സൽ. ഓക്കെ, ജസ്റ്റ് നോക്കാം. ആ ഒരു ഇത് മൊബൈലിൽ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, സിസ്റ്റത്തിലും ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊബൈൽ റെസ്പോൺസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ടാസ്കും കൂടി എക്സ്ട്രാ തരുന്നതായിരിക്കും. അത് സ്വന്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ടാസ്കുകളും ചെയ്യുക. അതിൻ്റെ ഒപ്പം മറ്റേ ടാസ്ക് ഒന്ന് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ വിന്നർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ടൈൽവിൻ CSS എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് പേഴ്സണലായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നമ്മുടെ ഈ ഒരു 15 days കോഡിംഗ് ചലഞ്ച് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും, അതേപോലെ ഇനി പുതിയ ലാംഗ്വേജസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മൾ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് പൈത്തണിൻ്റെ ട്യൂട്ടോറിയലാണ്. അത് നമുക്ക് അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ ഓൾ, ബൈ.